പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ലൂക്കാ സുവിശേഷം 24-ാം അധ്യായത്തിൽ 48-ാമത്തെ തിരുവചനം, ലൂക്ക 24, 48, 49 തിരുവചനം, നിങ്ങളിവയ്ക്ക് സാക്ഷികളാണ്. ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. ലൂക്ക 24, 49, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു. ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ. നമ്മൾ മുൻപ് സൂചിപ്പിച്ചിരുന്നു പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനത്തെപ്പറ്റി. പുതിയ നിയമത്തിലെ ആദ്യത്തെ വാഗ്ദാനം ഈശോ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും എന്നതാണ്. പുതിയ നിയമത്തിലെ രണ്ടാമത്തെ വാഗ്ദാനം, മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുകയാണ്. ന്യൂ ടെസ്റ്റമെൻറ്റിലെ രണ്ടാമത്തെ വാഗ്ദാനം ഇതാണ്: മാനസാന്തരത്തിനായി ഞാൻ നിങ്ങളെ ജലം കൊണ്ട് സ്നാനപ്പെടുത്തി. ഇത് സ്നാപയോഹന്നാൻ്റെ വാക്കുകളാണ്. യോഹന്നാൻ പറയുകയാണ്, മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി. എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തൻ, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. ന്യൂ ടെസ്റ്റമെൻറ്റിലെ രണ്ടാമത്തെ പ്രോമിസ് ഇതാണ്. ഈശോയെക്കുറിച്ച് യോഹന്നാൻ പരിചയപ്പെടുത്തുകയാണ്. ഈശോ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും എന്നതാണ്. ഹി വിൽ ബാപ്റ്റൈസ് യു വിത്ത് ഹോളി സ്പിരിറ്റ് ആൻഡ് ഫയർ. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തുമെന്നാണ്. ഇത് തന്നെ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലും നമ്മൾ കാണുകയാണ്. മർക്കോസ് 1-ാം അധ്യായം 8-ാം വാക്യം, ഞാൻ നിങ്ങൾക്ക് ജലം കൊണ്ട് സ്നാനം നൽകി, അവനോ പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾക്ക് സ്നാനം നൽകും. ലൂക്കാ സുവിശേഷത്തിലും നമ്മൾ ഇപ്രകാരം തന്നെ കാണുകയാണ്. പുതിയ നിയമത്തിലെ രണ്ടാമത്തെ വാഗ്ദാനമായി യോഹന്നാൻ ഈശോയെ പരിചയപ്പെടുത്തുന്നത് ലൂക്കാ സുവിശേഷം 3-ാം അധ്യായം ലൂക്കാ 3:16 അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ടഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. യോഹന്നാൻ്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോഴും ഇതേ വാഗ്ദാനം തന്നെ നമ്മൾ കാണുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 33-ാം തിരുവചനം, യോഹന്നാൻ 1:33, ഞാൻ അവനെ അറിഞ്ഞിരുന്നില്ല, എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നു, ആത്മാവിറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നവൻ. പ്രിയപ്പെട്ടവരെ, 4 സുവിശേഷങ്ങളും ഈശോയെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഈശോയെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം നമ്മൾ ചിന്തിച്ചു. ഈശോ പാപത്തിൽ നിന്ന് മോചനം നൽകും. രണ്ടാമത്തെ കാര്യം ഇതാണ്. 4 സുവിശേഷങ്ങളും വ്യക്തമായി ഈശോയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ഈശോ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനപ്പെടുത്തും എന്നാണ്. നമ്മൾ ആദ്യം വായിച്ച വാക്യം ലൂക്കാ സുവിശേഷത്തിൻ്റെ 24-ാം അധ്യായം 49-ാം തിരുവചനം, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നുവെന്ന് ഈശോ പറയുന്നത് ഈ വാഗ്ദാനമാണ്. 4 സുവിശേഷങ്ങളും അതിൻ്റെ ആരംഭത്തിൽ ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുന്ന സമയത്ത് ഈശോയെക്കുറിച്ച് പ്രവചിച്ച വാഗ്ദാനം നൽകിയ ആ പിതാവിൻ്റെ വാഗ്ദാനം, ഇതാ എൻ്റെ പിതാവിൻ്റെ വാഗ്ദാനം ഞാൻ നിങ്ങളുടെ മേൽ അയക്കുന്നു, ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നത് വരെ നഗരത്തിൽ തന്നെ നിങ്ങൾ വസിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ഇങ്ങനെ ഉന്നതത്തിൽ നിന്ന് ഈശോ അയക്കുമെന്ന്, പിതാവ് അയക്കുമെന്ന് വാഗ്ദാനം ചെയ്ത ആ പരിശുദ്ധാത്മ ശക്തിയെക്കുറിച്ച് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുകയാണ്. ഈശോയുടെ ഈ വാഗ്ദാനം, പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകുമെന്ന് ഈശോ പറഞ്ഞ ആ വാഗ്ദാനം സഭയിൽ സംഭവിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിലാണ്. പെന്തക്കുസ്താ ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും സ്നാനം നൽകുമെന്ന് ഈശോ പറഞ്ഞ ആ വാഗ്ദാനം, അല്ലെങ്കിൽ 4 സുവിശേഷങ്ങളും ആരംഭത്തിൽ ഈശോയെക്കുറിച്ച് പറഞ്ഞ ആ വാഗ്ദാനം, ലൂക്കാ 24:49 നമ്മൾ വായിച്ച ആ വാഗ്ദാനം, ഉന്നതത്തിൽ നിന്നുള്ള ആ ശക്തി, അത് ഈശോ എപ്രകാരം പറഞ്ഞോ അതേ അക്ഷരാർത്ഥത്തിൽ ശിഷ്യന്മാരുടെ മേൽ വന്ന് നിറയുകയാണ്. ആകാശത്ത് നിന്ന് ഒരു വലിയ അഗ്നിജ്വാലകൾ പോലെയുള്ള നാവുകൾ ഓരോരുത്തരുടെ മേലും വന്നു നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളും ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു യാഥാർത്ഥ്യം ഇതാണ്. ഈശോ ലോകത്തിന് തന്ന ഏറ്റവും നല്ല വാഗ്ദാനമായ, ഏറ്റവും നല്ല അനുഗ്രഹമായ ഈ പരിശുദ്ധാത്മ അഭിഷേകത്തെക്കുറിച്ച് നമ്മൾ നന്നായി മനസ്സിലാക്കണം. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സമ്മാനമാണ് പരിശുദ്ധാത്മാവെന്ന് ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈശോ പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കള് അപ്പം ചോദിച്ചാൽ പാമ്പിനെയോ മുട്ട ചോദിച്ചാൽ നിങ്ങൾ തേളിനെയോ കൊടുക്കുകയില്ല. ലൂക്കാ സുവിശേഷം 11-ാം അധ്യായം, ലൂക്കാ 11 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ ഏതൊരു പിതാവാണ് മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ കൊടുക്കുക, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ കൊടുക്കുക? മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ, ശ്രദ്ധിച്ചേ, സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല. അപ്പോൾ കർത്താവ് പറയണം, മക്കൾക്ക് നല്ല ദാനം കൊടുക്കാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്ന ഏറ്റവും നല്ല ദാനമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ ഈ ദാനമായ ഈശോ വാഗ്ദാനം ചെയ്ത, ഈശോയെക്കുറിച്ച് 4 സുവിശേഷങ്ങളും പ്രോമിസ് ചെയ്ത, ഈശോ തന്നെ ലൂക്കാ 24 നിങ്ങളിത് സ്വീകരിക്കണമെന്ന് പറഞ്ഞ ആ ഏറ്റവും നല്ല ദാനമായ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേൽ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ എഴുന്നള്ളി വരുന്നതായി നമ്മൾ കാണുകയാണ്. അങ്ങനെ കടന്നു വന്ന ആ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം മുതലാണ്, യോഹന്നാൻ 14, 15, 16 അധ്യായങ്ങളിലാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ അതിൽ നിന്ന് ഏതാനും വചനങ്ങൾ ധ്യാനിക്കാൻ ശ്രമിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറഞ്ഞു തന്നിട്ടുള്ള ചില കാര്യങ്ങൾ, ചില തെറ്റിദ്ധാരണകൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറാൻ ഇത് സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യം നമ്മൾ കാണുന്നത് 14-ാം അധ്യായത്തിലല്ല, മറിച്ച് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 37 മുതലുള്ള തിരുവചനങ്ങളിൽ. യോഹന്നാൻ 7:37 ഇങ്ങനെയാണ്: തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. യോഹന്നാൻ 7 ഈ വാഗ്ദാനം ഈശോ ആദ്യമായിട്ട് തരികയാണ്. ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഉറവ പൊട്ടി ഒഴുകും എന്ന് പറയുകയാണ്. ഇനി അത് വിശദീകരിക്കുന്നതാണ് യോഹന്നാൻ 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. യോഹന്നാൻ 14-ാം അധ്യായത്തിൽ 15ഉം 16ഉം വാക്യങ്ങൾ: നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഒന്നാമത് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ തിരിച്ചറിഞ്ഞ് ഗ്രഹിക്കേണ്ട സത്യം ഇതാണ്: പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വർഷിക്കപ്പെട്ടത് നമ്മുടെ ആരുടെയും യോഗ്യത കൊണ്ട് അല്ല. ഒന്ന്,
പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ വർഷിച്ചത് അനേകം ആളുകളുടെ ഹൃദയത്തിൽ ഇപ്രകാരം ഒരു തെറ്റിദ്ധാരണ ഈ കാലഘട്ടത്തിൽ അനേകര് വിതച്ചിട്ടുണ്ട്. അതായത് പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറയുന്നത് ഒരാളുടെ വിശുദ്ധ ജീവിതത്തിന് ദൈവം കൊടുക്കുന്ന സമ്മാനമാണ് എന്ന തരത്തിലാണ് പലപ്പോഴും അവതരിപ്പിക്കപ്പെടുന്നത്. അത് തെറ്റാണ്. കാരണം ഈശോ ആരുടെയും വിശുദ്ധ ജീവിതത്തിന് നൽകുന്ന അവാർഡല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ കുരിശുമരണത്തിലൂടെ യേശു പിതാവായ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ലോകത്തിൻ്റെ മേൽ വർഷിക്കപ്പെടുന്നതാണ്. അതാരുടെയും നന്മ നിറഞ്ഞ ജീവിതത്തിന് ദൈവം നൽകുന്ന സമ്മാനമല്ല. നമുക്ക് ഒരു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന നമുക്ക് ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത് വിജയം നേടി അവസാനം നമ്മൾ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ടല്ല നമുക്ക് എനർജി ഡ്രിങ്ക് ആരെങ്കിലും തരേണ്ടത്. ഒരു ഓട്ടത്തിൽ പങ്കെടുക്കുന്ന ആൾക്ക് വേണ്ട ഉത്തേജകത്തിൻ്റെ മരുന്ന് അല്ലെങ്കിൽ അതിന് കുടിക്കാൻ കൊടുക്കേണ്ട ഒരു ഉത്തേജക ശക്തി കൊടുക്കേണ്ടത് ഓട്ടമത്സരം കഴിഞ്ഞ് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിട്ടല്ല, മറിച്ച് ഓടുന്നതിന് മുമ്പാണ്. നമ്മൾ നന്നായി ഈ ലോകത്തിൽ നല്ല ജീവിതം നയിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് നിർമ്മലരായി മാറിക്കഴിയുമ്പോൾ അങ്ങനെ നമ്മുടെ നൈർമല്യത്തിന് ദൈവം തരുന്ന അവാർഡല്ല പരിശുദ്ധാത്മാവ്, മറിച്ച് ഈ ഓട്ടം ഓടാൻ ദൈവം തരുന്ന ഇന്ധനത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് നന്നായി നിങ്ങൾ ഗ്രഹിക്കണം. അതായത് വിശുദ്ധ ജീവിതം നയിച്ചതിന് സ്വർഗം തരുന്ന അംഗീകാരമല്ല പരിശുദ്ധാത്മാവ്, വിശുദ്ധ ജീവിതം നയിക്കാൻ ദൈവം തരുന്ന ഇന്ധനമാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധ ജീവിതം നയിച്ചതിന് ദൈവം തരുന്ന സമ്മാനമല്ല പരിശുദ്ധാത്മാവ്, വിശുദ്ധി പാലിക്കാൻ ദൈവം തരുന്ന ഇന്ധനമാണ്, ഊർജമാണ് പരിശുദ്ധാത്മാവ്. വിശുദ്ധി പാലിച്ചത് കൊണ്ട് കിട്ടിയ സമ്മാനമല്ല, വിശുദ്ധി പാലിക്കാനുള്ള സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ കർത്താവ് ഒന്നാമതായിട്ട് പറയുകയാണ് യോഹന്നാൻ 14:15, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ ഞാനൊരു സഹായകനെ അയച്ചു തരികയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ആരും എൻ്റെ വാക്കുകൾ തെറ്റിദ്ധരിക്കുകയില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഏത് പാപാവസ്ഥയിൽ വീണുപോയ വ്യക്തിയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് കുറവ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും മാമോദീസായിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് കർത്താവായ മിശിഹ അയച്ചു തന്ന പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിന്ന് വിട്ട് പോയിട്ടില്ല എന്ന് നിങ്ങൾ ഗ്രഹിക്കണം. ഈശോ പറഞ്ഞത്, നിങ്ങൾ പാപം ചെയ്യുന്നത് വരെ, നിങ്ങൾ വീണു പോകുന്നത് വരെ, നിങ്ങൾ എന്നെ തള്ളിപ്പറയുന്നത് വരെ, നിങ്ങൾ ഏതെങ്കിലും നിങ്ങളുടെ മാനുഷിക ബലഹീനത നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് വരെ നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിനെ തരും. 10 മിനിറ്റ് കഴിഞ്ഞ് എടുത്തു മാറ്റും, അത് കഴിഞ്ഞ് വീണ്ടും തരും എന്ന് പറഞ്ഞിട്ടില്ല. പഴയ നിയമത്തിൽ സാംസണിൽ നിന്ന് പരിശുദ്ധാത്മാവ് വിട്ടുപോയി എന്നുള്ള ഭാഗം പറഞ്ഞോ? ദാവീദ് എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത് എന്നുള്ള ഭാഗം പറഞ്ഞോ? പുതിയ നിയമത്തിലെ വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവിനെ വ്യാഖ്യാനിക്കരുത്. ഇന്ന് അനേകർ ഇത്തരം ഒരു തെറ്റിദ്ധാരണ ആത്മീയ മണ്ഡലങ്ങളിൽ പരത്തുന്നുണ്ട്. ഈശോ മിശിഹ തൻ്റെ കുരിശുമരണത്തിലൂടെ വീണ്ടെടുത്ത് മാനവരാശി യേശുവിൽ വിശ്വസിച്ച മാമോദീസ സ്വീകരിച്ച വ്യക്തികളുടെ മേൽ വർഷിച്ച പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, ആ പരിശുദ്ധാത്മ ശക്തി ആ വ്യക്തിയിൽ എന്നേക്കും നിലനിൽക്കുന്ന ദൈവശക്തിയായി നിലനിൽക്കും. ആ വ്യക്തിക്ക് എന്തെല്ലാം കുറവുകൾ സംഭവിച്ചാലും ആ പരിശുദ്ധാത്മ ശക്തി ആ വ്യക്തിയിൽ നിലനിൽക്കും. ഒരു വ്യക്തി പാപത്തിൽ വീണാൽ, ബലഹീനതയിൽ വീണാൽ ആത്മാവിൻ്റെ ശക്തി നിർവീര്യമായി കിടക്കുമെന്നത് മറ്റൊന്ന്. നിർവീര്യമായി കിടക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യത്തിൻ്റെ മറ്റൊരു വശം. പക്ഷേ ആ പരിശുദ്ധാത്മാവ് എടുക്കപ്പെട്ടു, സാംസണിൽ നിന്ന് എടുക്കപ്പെട്ടതുപോലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പഴയ നിയമത്തിലെ ഒരു വ്യക്തിയുടെ മേലും ഒരു വ്യക്തിയുടെ ഹൃദയത്തിലും പുതിയ നിയമത്തിൽ സംസാരിക്കുന്ന ആ പരിശുദ്ധാത്മാവിനെ വർഷിക്കപ്പെട്ടിട്ടില്ല. പിന്നെ എന്താണ് പരിശുദ്ധ ആത്മാവ് അവരുടെ മേൽ വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നൽകിയ ചില പ്രത്യേക ശക്തികൾ, ചില പ്രത്യേക വരങ്ങൾ ചില വ്യക്തികളിൽ വെളിപ്പെട്ടു. ഒരിക്കലും ഒരു വ്യക്തിയുടെ ഉള്ളിൽ, ഹൃദയത്തിൽ പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെട്ടിട്ടില്ല. എന്താണ് തെളിവ്? യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം. എന്തെന്നാൽ അന്ന് വരെയും പരിശുദ്ധാത്മാവ് ലോകത്തിന് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. കാരണം അന്ന് വരെ യേശു മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഫലമായി ലോകത്തിന് കിട്ടിയ സൗജന്യ ദാനമാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ പറയാണ്, എന്നേക്കും ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. എന്നെ ഈ രാത്രിയിൽ കേൾക്കുന്ന പാവപ്പെട്ട വിശ്വാസി, നീ ഹൃദയത്തിൽ തിരിച്ചറിയണം. നിന്റെ ജീവിതത്തിൽ നീ ഭാര്യയോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും, നീ മക്കളോട് പിണങ്ങിയിട്ടുണ്ടെങ്കിലും, നിന്റെ കുടുംബത്തിൽ മാനുഷികമായ ബലഹീനതകൾ വന്നിട്ടുണ്ടെങ്കിലും, പാപത്തിലും പാപാവസ്ഥയിലും ജീവിക്കാനല്ല ഞാൻ പറയുന്നത്. മറിച്ച് നീ കർത്താവിൻ്റെ നാമത്തിൽ ജീവിക്കുന്ന, കർത്താവിനെ വിശ്വസിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നീ അനുദപിച്ച് പാപം തിരുത്താൻ തയ്യാറാണ്
തയ്യാറാണെങ്കിൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നിലനിൽക്കുന്നുണ്ട്. എന്നേക്കും കൂടെ ആയിരിക്കാൻ ദൈവം അയച്ച പരിശുദ്ധാത്മാവ്. മാമോദീസായിലൂടെ നാം സ്വീകരിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ എന്നും എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ വിശ്വസിക്കണം, ഏറ്റെടുക്കണം, പ്രഖ്യാപിക്കണം. ഈശോ പറയാണ് യോഹന്നാൻ 14:17, ഈ സത്യാത്മാവിനെ സ്വീകരിക്കാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അതവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങളവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. 10 ദിവസത്തേക്കായിരിക്കുമെന്നല്ല, 25 ദിവസത്തേക്കായിരിക്കുമെന്നല്ല, 5 മാസത്തേക്ക് 5 വർഷത്തേക്കായിരിക്കുമെന്നല്ല, എന്നേക്കും നിങ്ങളോടുകൂടെ ആയിരിക്കാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ വർഷിച്ചിരിക്കുകയാണ്. രണ്ടാമതായി ഈ ഭാഗത്ത് നമ്മൾ കാണുന്ന മറ്റൊരു ചിന്ത, യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യം. യോഹന്നാൻ 14:26, ഞാൻ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഒരു കാര്യം വ്യക്തമായി ശ്രദ്ധിക്കുക. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ വ്യക്തമാവുന്നതും നമ്മൾ ഗ്രഹിക്കുന്നതും വചനം പിടികിട്ടുന്നതും വചനം ശക്തിയായി മാറുന്നതുമെല്ലാം പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ്. ഉദാഹരണത്തിന്, ഈശോയുടെ കുരിശുമരണത്തിന് മുമ്പ് അപ്പസ്തോലന്മാർ പൗരോഹിത്യം സ്വീകരിച്ചു. അവർ പൗരോഹിത്യം സ്വീകരിച്ചത് സഹിയോൻ മാളികയിൽ വെച്ചാണ്. നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞുകൊണ്ട് അഹറോനെയും പുത്രന്മാരെയും മോശ കാലുകൾ കഴുകി പൗരോഹിത്യത്തിലേക്ക് പ്രവേശിപ്പിച്ചതുപോലെ ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, അഹറോനെയും പുത്രന്മാരെയും മോശ പാദങ്ങൾ കഴുകിയതുപോലെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി, അതിനുശേഷം അഹറോനും പുത്രന്മാരും പഴയ നിയമത്തിൽ ബലി അർപ്പിച്ചിരുന്നത് പോലെ ഈശോ ശിഷ്യന്മാർക്ക് നിങ്ങൾ ഇതിൻ്റെ ഓർമ്മയ്ക്കായി ഈ ബലി അർപ്പിക്കണം എന്ന് പറഞ്ഞ് ആ പൗരോഹിത്യം പ്രീസ്റ്റ്ഹുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഇന്ന് സഭയിൽ തിരുസഭ പഠിപ്പിക്കുന്ന 7 കൂദാശകളിലെ ഒരു കൂദാശ, പൗരോഹിത്യമെന്ന കൂദാശ ശിഷ്യന്മാർ യേശുവിൻ്റെ കുരിശുമരണത്തിന് മുമ്പ് സ്വീകരിച്ചു. അപ്പോൾ ഈ കൂദാശ സ്വീകരിച്ച, പൗരോഹിത്യമെന്ന ആ വിലപ്പെട്ട കൂദാശ സ്വീകരിച്ച അപ്പസ്തോലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് തീർച്ചയായിട്ടും വന്നു. അതുകൊണ്ടാണ് അവർ പുരോഹിതരായി മാറിയത്. ഇനി വീണ്ടും നമ്മൾ കാണുകയാണ് യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു 19 മുതലുള്ള വാക്യങ്ങളിൽ, ഈശോ ഉത്ഥാനത്തിന് ശേഷം ഈശോ ഉയർത്തെഴുന്നേറ്റ ആ ഞായറാഴ്ച വൈകുന്നേരം ശിഷ്യന്മാരുടെ അടുത്തേക്ക് അവർ കതകടച്ച് ഒരു മുറിക്കകത്തിരിക്കുമ്പോൾ ഈശോ ആ കതക് തുറക്കാതെ ഉത്തിതനായ ഈശോ അവരുടെ മധ്യത്തിലേക്ക് വന്ന് നിന്നിട്ട് ഈശോ അവരുടെ മേൽ ഊതിക്കൊണ്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോഴും അവർ പുതിയ നിയമത്തിൻ്റെ ജീവിതത്തിലേക്ക് ഈശോയുടെ രക്ഷാകരമായ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ഫലമായി കിട്ടിയ ആ പുതിയ ജീവനിലേക്ക് പ്രവേശിച്ചു. എന്നാൽ അവർ ഓൾറെഡി പൗരോഹിത്യം സ്വീകരിച്ചു. ഈശോ വീണ്ടും വന്ന് അവരുടെ മേൽ ഊതിക്കൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ പറഞ്ഞു. എന്നാൽ അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ഈശോ വാഗ്ദാനം ചെയ്ത പ്രകാരമുള്ള ആത്മാവിൻ്റെ അഗ്നിസ്നാനം, ആ ഫയർ അനോയിൻറ്റിങ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ആ പരിശുദ്ധാത്മ സ്നാനം ശിഷ്യന്മാർ സ്വീകരിച്ചപ്പോൾ മാത്രമാണ് നമ്മൾ വായിക്കുന്നത് പത്രോസ് ലീഹായിക്ക് തിരുവചനം വെളിപ്പെട്ട് കിട്ടുന്നത്. എങ്ങനെയാണ് വെളിപ്പെട്ടത്? ഇവർ മദ്യപിച്ച് ലഹരി പിടിച്ച് ഉന്മത്തരായി ഭ്രാന്തന്മാരെ പോലെ ഇവർ ബഹളം വെക്കുകയാണെന്ന് ജെറുസലേം നിവാസികൾ പെന്തക്കുസ്താ ദിനത്തിൽ ശിഷ്യന്മാരെ കുറിച്ച് അപവാദം പറയുമ്പോൾ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, മക്കളെ, ജോയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ 28-ാം തിരുവചനത്തിൽ കർത്താവ് അരുളി ചെയ്ത വചനം ഇവിടെ നിറവേറ്റപ്പെടുകയാണ്. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. പത്രോസിന്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ഈ അഗ്നിസ്നാനം സംഭവിച്ചപ്പോഴാണ് തിരുവചനം പിടികിട്ടുന്നത്.
പരിശുദ്ധാത്മാവ് നൽകിയ ഭാഷണവരമനുസരിച്ച് ഭാഷാവരത്തിൽ സംസാരിക്കുന്നതിനെ പത്രോസ് വചനം കൊണ്ട് വിശദീകരിക്കുന്നത് ഈ പരിശുദ്ധാത്മ സ്നാനം സ്വീകരിച്ചതിന് ശേഷമാണ്. ദാവീദ് പാപങ്ങൾ മോചിച്ചവന്റെ ഭാഗ്യത്തെക്കുറിച്ച് പ്രകാരം വർണ്ണിക്കുന്നു എന്ന് പറഞ്ഞ് 32-ാം സങ്കീർത്തനം കോട്ട് ചെയ്ത് അപ്പസ്തോലന്മാർ പ്രസംഗിക്കുന്നത് ഈ പരിശുദ്ധാത്മ സ്നാനത്തിന് ശേഷമാണ്. അതിനെക്കുറിച്ചാണ് പറയുന്നത് യോഹന്നാൻ 14-ാം അധ്യായത്തിൽ പറയുന്നത്. എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാം നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞതെല്ലാം ഓർമ്മിപ്പിക്കുകയും ചെയ്യും. ഈ ജോയേൽ 2:28 ജോയേൽ പ്രവാചകൻ പ്രവചിച്ചത് ഈശോ മരിക്കുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ശിഷ്യന്മാർക്ക് അന്ന് മനസ്സിലായില്ല. പരിശുദ്ധാത്മ സ്നാനം വന്നു കഴിഞ്ഞപ്പോൾ ആ വചനം അവർക്ക് ആ കോണ്ടെക്സ്റ്റിൽ പിടികിട്ടി. നിങ്ങൾ വായിക്കുന്ന വേദപുസ്തകം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ, നിങ്ങൾ വായിക്കുന്ന വചനം നിങ്ങൾക്ക് ഗ്രഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഇന്ന് നീ മുട്ടുകൾ മടക്കി കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കണം: ഈശോയെ, നിൻ്റെ ആത്മാവിനാൽ എന്നെ സ്നാനപ്പെടുത്തണമേ. പരിശുദ്ധാത്മ സ്നാനം വന്നു കഴിയുമ്പോൾ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്നാനം, ആ അഗ്നി ഇറങ്ങിക്കഴിയുമ്പോൾ തിരുവചനം നമുക്ക് മനസ്സിലാവാൻ തുടങ്ങും. അതാണ് യോഹന്നാൻ 14-ാം അധ്യായം 26-ാം തിരുവചനം. ഞാൻ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും എന്ന് പറയുകയാണ്. ഇനി യോഹന്നാൻ 15-ാം അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് മറ്റൊരു സൂചന ഈശോ പഠിപ്പിക്കുകയാണ്. യോഹന്നാൻ 15-ാം അധ്യായം 26-ാം തിരുവചനം: ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതും ഗ്രഹിക്കണം. അതായത് യേശുവിനെ കുറിച്ച് സാക്ഷ്യം നൽകാൻ പെസഹ തിരുനാളിൽ പൗരോഹിത്യം സ്വീകരിച്ച പത്രോസ് പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷമാണ് യേശുവിനെ തള്ളിപ്പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ഈ അപ്പസ്തോല പ്രവർത്തനത്തിൽ പറഞ്ഞ പ്രകാരമുള്ള സ്നാനം സ്വീകരിക്കുന്നതിന് മുമ്പ് പത്രോസ് ഒരു വേലക്കാരിയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞു. ഇനി നമ്മൾ കാണുന്നുണ്ട്, ഈശോ വന്ന് ശിഷ്യന്മാരുടെ മേൽ ഊതിക്കൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് മാമോദീസായിൽ നമ്മൾ സ്വീകരിച്ചതുപോലെയുള്ള ആ പുതിയ ജീവൻ ശിഷ്യന്മാരുടെ മേൽ കർത്താവ് ഊതി നിവേശിപ്പിച്ചതിന് ശേഷമാണ് പത്രോസും കൂടെയുള്ള 6 പേരും ചേർന്ന് തിബേരിയോസിലേക്ക് ഞങ്ങൾ പഴയ പണിക്ക് പോവാണ്, മീൻ പിടിക്കാൻ പോവാണെന്ന് പറഞ്ഞ് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ സ്നാനം നടക്കുന്നത് വരെ കാതലായ മാറ്റം വന്നിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം സ്വീകരിച്ച എല്ലാ കൂദാശകളും നമ്മളിൽ ഫലവത്താവണമെങ്കിൽ നിരന്തരമായ പരിശുദ്ധാത്മ സ്നാനത്തിനു വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. നിരന്തരമായ പരിശുദ്ധാത്മ സ്നാനം കിട്ടിയാലേ കൂദാശകൾ ഇഫക്റ്റീവായി മാറൂ. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാണ് നാം സ്വീകരിച്ചത്. ഉദാഹരണത്തിന് മാമോദീസ സ്വീകരിച്ച ജോസഫിനും മാമോദീസ സ്വീകരിക്കാത്ത ഗോപാലനും അടിസ്ഥാനപരമായി ജീവിതത്തിൽ ഒരു മാറ്റമില്ല എന്ന് കാണപ്പെട്ടാൽ അതിൻ്റെ കാരണം ഇതാണ്: മാമോദീസായിൽ കിട്ടിയ കൃപാവരം ജ്വലിക്കാത്തതിൻ്റെ കാരണം ഈ അഗ്നി ഇറങ്ങാത്തതാണ്. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 9 ഈശോ പറഞ്ഞത്: ഭൂമിയിൽ തീയിടാനാണ് ഞാൻ വന്നത്, ആ അഗ്നി ആളിക്കത്തുവോളം ഞാൻ അസ്വസ്ഥനാണ്. ഈ ദൈവാത്മാവിൻ്റെ അഗ്നി ഇറങ്ങാതെ നമ്മൾ സ്വീകരിച്ച യാതൊരു കൃപകളും ജ്വലിക്കില്ല. അതുകൊണ്ട് ഈശോ പറയുകയാണ്, പത്രോസ് ഒരു വേലക്കാരിയുടെ മുമ്പിൽ തള്ളിപ്പറഞ്ഞ അതേ പത്രോസ് അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ സ്വർഗത്തിൻ്റെ അഗ്നി താണിറങ്ങിയതിന് ശേഷം വിവിധ ജനപദങ്ങൾക്കിടയിൽ നിന്ന് വന്ന യഹൂദന്മാർ, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന യഹൂദന്മാരോട് നേരെ എഴുന്നേറ്റ് നിന്ന് പ്രവാചക ഗ്രന്ഥങ്ങൾ കോട്ട് ചെയ്ത് യേശു രക്ഷകനാണെന്ന്, യേശു കുരിശിൽ മരിച്ചെന്ന്, യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ധൈര്യപൂർവ്വം പ്രസംഗിക്കുകയാണ്. 3000-ഓളം പേർ അന്ന് മാനസാന്തരപ്പെടുകയാണ്. സെൻഹദ്രീൻ സംഘം വിചാരണയ്ക്ക് വിളിച്ചു കഴിയുമ്പോൾ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കൈകൊണ്ട് തൊട്ടതുമായ ജീവന്റെ വചനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ധൈര്യപൂർവ്വം കർത്താവിനെ പ്രഘോഷിക്കുകയാണ്. ചാട്ടവാർ അടി കൊടുത്ത് അവരെ പറഞ്ഞു വിട്ട് കഴിയുമ്പോൾ കർത്താവായ യേശുവിനെ പ്രതിയുള്ള അപമാനം സഹിക്കാൻ ഭാഗ്യം കിട്ടിയതോർത്ത് അവർ സന്തോഷിച്ചുകൊണ്ട് മടങ്ങിപ്പോയെന്ന് തിരുവചനം അപ്പസ്തോല പ്രവർത്തനം എഴുതി വെക്കുകയാണ്. പരിശുദ്ധാത്മാവ് പിതാവിൻ്റെ അടുത്ത് നിന്ന് ഞാൻ അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. പ്രിയപ്പെട്ടവരെ, യേശു ലോകരക്ഷകനാണെന്ന്, യേശു ഏകരക്ഷകനാണെന്ന്,
മറ്റു മനുഷ്യരുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കാതെ വരുന്നത് ഈ ആത്മാവിൻ്റെ അഗ്നി കടന്നു വരാത്തത് കൊണ്ടാണ്. ദൈവാത്മാവിൻ്റെ അഗ്നി കൊണ്ട് നമ്മൾ അഭിഷേകം ചെയ്യപ്പെട്ടാലേ, ആത്മാവിൻ്റെ അഗ്നി നമ്മളിൽ ഇറങ്ങിയാലേ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവത്തെക്കുറിച്ച്, ഈശോയെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്താൻ പറ്റൂ. വേലക്കാരിയുടെ മുമ്പിൽ യേശുവിനെ തള്ളിപ്പറഞ്ഞ അതേ പത്രോസ് ശ്ലീഹ അനേകരുടെ മുമ്പിൽ യേശുവിനെ ഏറ്റുപറയുകയും വത്തിക്കാൻ്റെ വധക്കുന്നിൽ തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ട് ആ ഏറ്റുപറഞ്ഞ സത്യത്തിന് സാക്ഷ്യം നൽകുകയും ചെയ്തതായി നമ്മൾ കാണുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ ഈശോ വീണ്ടും പറയുകയാണ്, യോഹന്നാൻ 16:8, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധ്യപ്പെടുത്തും. യോഹന്നാൻ 16:11-13, സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. അതായത് പാപബോധം തരുന്നത്, ഈശോ തരുന്ന രക്ഷയെക്കുറിച്ച് ബോധ്യപ്പെടുത്തുന്നത്, മനുഷ്യനൊരു വിധിയുണ്ടെന്ന്, രണ്ടാമത്തെ യേശുവിൻ്റെ വരവുണ്ടെന്ന് ദൈവത്തിൻ്റെ മക്കളെ ബോധ്യപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ ഈ തിരുവചന ശുശ്രൂഷയിൽ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ഈ ആരാധനയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ശക്തമായി ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണമേ. സിഗിയോൻ മാളിക പിളർന്നിറങ്ങി 120ഓളം ശിഷ്യന്മാരുടെ മേലും പരിശുദ്ധ അമ്മയുടെ മേലും ശക്തമായ കൊടുങ്കാറ്റായി അഗ്നിയായി ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ ആരാധനയിലൂടെ ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് കർത്താവിനെ സാക്ഷ്യപ്പെടുത്താൻ, ലോകത്തിൽ യേശുവിൻ്റെ സാക്ഷികളായി മാറാൻ, ശക്തി ധരിക്കാൻ, വിശുദ്ധി പാലിക്കാൻ, കൃപയുടെ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, ആരാധനക്കേറ്റം യോഗ്യനായവനേ, അനശ്വരനായ തമ്പുരാനേ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും ഈ കാഴ്ചകൾ, അങ്ങേ സന്നിധിയിൽ അർപ്പിക്കും ഈ കാഴ്ചകൾ, അവിരാമം ഞങ്ങൾ പാടാ ആരാധന ആരാധന, ദൈവമേ ആരാധന ആരാധന ആരാധന, ദൈവമേ ആരാധന ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന ആരാധന, ആത്മനേ ആരാധന ആരാധന ആരാധന, ആത്മനേ ആരാധന ആരാധന ആരാധന, ത്രിത്വമേ ആരാധന ആരാധന ആരാധന, ത്രിത്വമേ ആരാധന
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നമ്മെ എത്രമാത്രം സ്നേഹിച്ചു എന്നറിയാൻ കുരിശിലേക്ക് നാം നോക്കണം. കർത്താവ് നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നറിയാൻ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കണം. ലോകത്തിൽ ഒരു ദൈവം തൻ്റെ ജനത്തെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. തൻ്റെ ഭക്തരുടെ ശരീരത്തിൻ്റെ ഭാഗമാകാൻ ഭക്ഷണമായി മാറിയ കാരുണ്യവാനായ ദൈവം. യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ആ ദൈവം സമറിയാക്കാരിയോട് പറഞ്ഞു, യോഹന്നാൻ 4:23, എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് തേടുന്നത്. ദൈവം ആത്മാവാണ്. അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. ലൂക്കാസ് സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു, ഈ ജനം വ്യർത്ഥമായി എന്നെ ആരാധിക്കുന്നു, അധരം കൊണ്ട് മാത്രം എന്നെ ആരാധിക്കുന്നു. പ്രിയമക്കളെ, കർത്താവിൻ്റെ സ്നേഹത്തിന് നന്ദി പറഞ്ഞു. ഈശോ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും അനന്തരഫലമായി ലോകത്തിൻ്റെ മേൽ വർഷിച്ച പരിശുദ്ധാത്മാവിൻ്റെ അമൂല്യമായ ദാനത്തെ ഓർത്ത് ഉദാശകളിലൂടെ നാം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആ അഭിഷേകത്തെ ഓർത്ത്, നമുക്ക് കിട്ടിയ ആത്മാവിൻ്റെ നിറവിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട്, പെന്തക്കോസ്തിയിൽ പകരപ്പെട്ട അഭിഷേകം നമ്മുടെ മേലും പകരപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് മക്കളെ, ഈശോയെ നമ്മൾ ആരാധിക്കുകയാണ്. എല്ലാവരും ചേർന്ന് കർത്താവിനെ പാടി ആരാധിക്കുകയാണ്. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയമോടെ, സർവശക്തിയോടെ കർത്താവിനെ ആരാധിക്കുകയാണ്. ഇസ്രായേലേ കേൾക്കുക, നിന്റെ ദൈവമായ കർത്താവ് മാത്രമാണ് ഏക കർത്താവ്. അവിടുത്തെ നിങ്ങൾ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം. കർത്താവിന്റെ കൽപ്പനയാണത്. നമുക്ക് ഹൃദയം തുറന്ന് എല്ലാവരും ചേർന്ന് അതിനെ തുറന്ന് പാടി ആരാധിക്കാം. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ദാവീദിനെ പോലെ എല്ലാം മറന്ന് കർത്താവിനെ ആരാധിക്കാം. ഭാര്യയായ മീഖാൾ ജനാലയിലൂടെ അർദ്ധനഗ്നനായി വാഗ്ദാന പേടകത്തിന് മുമ്പാകെ നൃത്തമാടി ദൈവത്തെ ആരാധിക്കുന്ന ദാവീദിനെ കളിയാക്കിയപ്പോൾ, അപമാനിക്കാൻ ശ്രമിച്ചപ്പോൾ, ദാവീദ് എല്ലാം മറന്ന് ഞാൻ എൻ്റെ ദൈവത്തെയാണ് ആരാധിക്കുന്നത് എന്ന് ഏറ്റുപറഞ്ഞു. ദാവീദ് ദൈവത്തെ ആരാധിച്ചതുപോലെ നാണക്കേടുകളുടെ നടുവിൽ, അപമാനങ്ങളുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കും. ദാനിയേലിനെ പോലെ സഹനത്തിന്റെ തീച്ചുളയിൽ, സിംഹക്കൂട്ടിൽ,
വേദനയിൽ, പീഡനങ്ങളിൽ ഞാൻ ദൈവത്തെ ആരാധിക്കും. അപ്പോസ്തലന്മാരെ പോലെ പീഡനങ്ങളുടെ, പീഡാനുഭവങ്ങളുടെ, കൊലമരങ്ങളുടെ, തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ട സാഹചര്യങ്ങളുടെ, കുന്തമരത്തുമ്പിൽ കോർത്തെടുക്കപ്പെടാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളുടെ, ചെങ്ങലക്കെട്ടുകളുടെ, കൈകളിലും കാലുകളിലും ചങ്ങലയിട്ട് തടവിൽ പാർപ്പിക്കുന്ന കാരാഗ്രഹത്തിന്റെ അനുഭവങ്ങളുടെ നടുവിൽ അപ്പോസ്തലന്മാർ ദൈവത്തെ ആരാധിച്ചതുപോലെ നമുക്ക് ദൈവത്തെ ആരാധിക്കാം. മാറാ രോഗങ്ങൾ, തീരാവേദനകൾ, സാമ്പത്തിക ഞെരുക്കങ്ങൾ, പ്രിയപ്പെട്ടവരെ ഓർത്തുള്ള ആകുലതകൾ എല്ലാം ഈ ദിവ്യകാരുണ്യത്തിലേക്ക് കൊടുത്ത് പ്രിയമക്കളെ നമുക്ക് അതിരം തുറന്ന് കർത്താവിനെ ആരാധിക്കാം. ദാനിയേലിനെ പോലെ സഹനത്തിൽ ഞാൻ ദൈവത്തെ ആരാധിക്കും. ദാനിയേലിപ്പോൾ സഹനത്തിൽ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ദാവീദിനെ പോൽ എന്നെ ഞാൻ മറന്നിട്ട് ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. സന്തോഷം വന്നാലും സന്താപം വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ശക്തിയോടെ. ദുഃഖങ്ങളുടെ നടുവിൽ, സന്തോഷത്തിന്റെ നടുവിൽ ദൈവത്തെ ആരാധിക്കും. ഹബക്കൂക്കിന്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അരുളി ചെയ്തു, അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ പഴങ്ങളില്ലെങ്കിലും, ഒലിവുമരത്തിൽ കായ്കളില്ലാതെ, ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും, കന്നുകാലികൾ തൊഴുത്തിലില്ലാതെയായാലും, വയലേലകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ഞാൻ എൻ്റെ കർത്താവിനെ ആരാധിക്കും. കലമാനിന്റെ പാദങ്ങൾക്കെന്ന പോലെ അവൻ എൻ്റെ കാലുകൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ എന്നെ നടത്തും. പ്രിയപ്പെട്ട മകനെ, മകളെ, എല്ലാ വേദനിപ്പിക്കുന്ന സാഹചര്യങ്ങളുടെയും നടുവിൽ, തകർച്ചകളുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കാം. ഞെരുക്കങ്ങളുടെ നടുവിൽ ദൈവത്തെ ആരാധിക്കാം. രോഗത്തിന്റെ മുമ്പിൽ ദൈവത്തെ ആരാധിക്കാം. നന്നായിട്ട് പാടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാന്നിധ്യം നിറയട്ടെ. എല്ലാ ക്ലേശങ്ങളുടെ മേലെ ദൈവശക്തി വ്യാപിക്കട്ടെ. രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയത്തിലെ ഭാരങ്ങൾ വിട്ടുപോകട്ടെ. ആത്മഹത്യാ ചിന്തകൾ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറിപ്പോകട്ടെ. സാമ്പത്തിക മേഖല കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ തടസ്സത്തിന്റെ വഴികളും മാറി അനുഗ്രഹത്തിന്റെ വഴികൾ തുറക്കപ്പെടട്ടെ. പാതകൾ ദൈവത്തിന്റെ പ്രകാശം കൊണ്ട് നിറയട്ടെ. ഹൃദയങ്ങളിൽ ദൈവത്തിന്റെ സ്നേഹം നിറയട്ടെ. അമിതമായ ഭാരവും ആകുലതകളും എല്ലാ വിധത്തിലും നിരാശപ്പെടുത്തുന്ന ദുഃഖത്തിന്റെ അനുഭവങ്ങളും ഈശോയുടെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. എല്ലാ ഹൃദയങ്ങളിലേക്കും ദൈവത്തിന്റെ സമാധാനം നിറയട്ടെ. കരുണയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേശത്തിന്റെ മേൽ, കുടുംബങ്ങളുടെ മേൽ, കർത്താവേ, ലോകരാജ്യങ്ങളുടെ മേൽ നിന്റെ കരുണയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവത്തിന്റെ നാമം നിന്ദിക്കുന്ന സാഹചര്യങ്ങളുടെ മേൽ, ദൈവമേ, വിശ്വാസികളെ വേട്ടയാടുന്ന സാഹചര്യങ്ങളുടെ മേൽ, ആ സാഹചര്യങ്ങളിൽ അന്തരീക്ഷത്തിൽ കർത്താവിന്റെ ആത്മാവ് ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പീഡിപ്പിക്കപ്പെടുന്ന സഭാസമൂഹങ്ങളുടെ മേൽ കർത്താവിന്റെ ആത്മാവിന്റെ ശക്തി ഇപ്പോൾ ശക്തമായി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹൃദയം തുറന്ന് ആരാധിക്കാൻ മക്കൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കഷ്ടങ്ങൾ വന്നാലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. രോഗത്തിൻ നോവിലും ക്ലേശത്തിൻ നടുവിലും ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ, രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. കഷ്ടങ്ങൾ നീങ്ങുവാൻ, രോഗങ്ങൾ മാറുവാൻ ആരാധിക്കും എൻ്റെ ദൈവത്തെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയമോടെ ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ ഹൃദയമോടെ. ആരാധിക്കും എൻ്റെ ദൈവത്തെ ഞാൻ
ആരാധന ശക്തിയോടെ ആരാധന 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 യേശുവേ ആരാധിക്കും എന്റെ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു പൂർണ്ണ കർത്താവേ. ശക്തിയോടെ. ഹല്ലേലൂയ 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 യേശുവേ. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ 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 ആമേൻ ഹല്ലേലൂയ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദി 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന ആരാധന പിതാവേ നന്ദി, ആമേൻ പുത്രനെ നന്ദി, ഗ്ലോറി റുഹായെ നന്ദി. ഹല്ലേലൂയ. ഹൈ. പിതാവേ നന്ദി, ആമേൻ പുത്രനെ നന്ദി, യേശുവേ. റുഹായെ നന്ദി. ഹല്ലേലൂയ 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 ആരാധന ഹല്ലേലൂയ 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 യേശുവേ ആരാധന ആരാധന അഭിഷേകം ലഭിക്കണമേ കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ മക്കളെ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കാം. നാവിന്റെ കെട്ട് അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളുടെ മേൽ കർത്താവിന്റെ ശക്തി നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 നന്ദി 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 ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. അപ്പോസ്തല പ്രവർത്തനത്തിൽ 2-ാം അധ്യായത്തിൽ ശിഷ്യന്മാരുടെ മേൽ സിഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു കഴിഞ്ഞപ്പോൾ ദിവസത്തിൻ്റെ 3-ാം മണിക്കൂറല്ലേ ആയുള്ളൂ, ഇവർ മദ്യവെച്ച് ലഹരി പിടിച്ചിരിക്കുകയാണ് എന്ന് പരിഹസിച്ച് അത്ഭുതപ്പെട്ട് വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ നിന്ന് വന്നു ചേർന്ന ആളുകൾ അപ്പോസ്തലന്മാരെ പരിഹസിച്ച് പറയുമ്പോൾ പുതുവീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ചവരാണ് ഇവരെന്ന് പറഞ്ഞ് ആക്ഷേപിക്കുമ്പോൾ പത്രോസ് മറ്റു 11 പേരോടുമൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചത്തിൽ ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ ലഹരി പിടിച്ചവരല്ല. യേശുവേ. കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയേൽ പ്രവാചകൻ പ്രവചിച്ചതാണിത്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ആത്മാവ് നിറഞ്ഞ പത്രോസ് വിളിച്ചു പറയുകയാണ്, ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ പ്രവർത്തിക്കും. രക്തവും അഗ്നിയും ധൂമപടലവും കർത്താവിൻ്റെ മഹനീയവും പ്രകാശപൂർണവുമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമായും ചന്ദ്രൻ രക്തമായും മാറും. അപ്പോസ്തല പ്രവർത്തനം 2:21 കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ജോയേൽ 2:31 അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൻ്റെ അത്ഭുത നാമം, ഈശോയുടെ പരിശുദ്ധ നാമം, ഈശോയുടെ രക്ഷയ്ക്കായി നൽകപ്പെട്ട നാമം. കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ രക്ഷ പ്രാപിക്കും. പ്രിയമക്കളെ, ഇപ്പോൾ ആഗ്രഹിച്ച് എല്ലാ കുടുംബങ്ങളും പ്രാർത്ഥിക്കണം. സിഹിയോൻ മാളികയിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതുപോലെ ഇപ്പോൾ ഞങ്ങളുടെ മേൽ ഇറങ്ങി വരണം. ആത്മാവിന്റെ തീനാളങ്ങൾ മഴ പോലെ ഈ സമൂഹത്തിൽ പെയ്യണമേ. ഈ കുടുംബത്തിൽ ആത്മാവ് പെയ്തിറങ്ങണമേ.
അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മ ശക്തി ഞങ്ങളുടെ മേലും കടന്നു വരണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ, മനസ്സുകളെ, ആത്മാക്കളെ ആത്മാവിൻ്റെ അഗ്നി കൊണ്ട് അഭിഷേകം ചെയ്യണമേ. ഞങ്ങൾക്ക് ശക്തി തരണമേ. നമ്മൾ തിരുവചനത്തിൽ ചിന്തിച്ചതുപോലെ എല്ലാ വചനങ്ങളും ഓർമ്മപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവ്, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധ്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്, യേശുവിനെ ധൈര്യപൂർവം സാക്ഷ്യം നൽകാൻ, യേശുവിനെ സാക്ഷ്യപ്പെടുത്താൻ ശക്തി തരുന്ന പരിശുദ്ധാത്മാവ്, എല്ലാ കാലത്തേക്കും വേണ്ടി എന്നേക്കുമായി ഈശോ പിതാവിനോട് പ്രാർത്ഥിച്ച് നമുക്ക് വേണ്ടി അയച്ചു തന്ന പരിശുദ്ധാത്മാവ്, ആത്മാവിൻ്റെ കൃപ നമ്മുടെ കുടുംബങ്ങളിൽ നിറയാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആത്മാവെ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളിൽ നിറഞ്ഞ് കവിയണമേ എന്ന് പ്രാർത്ഥിക്കാം. ആത്മാവെ ഞങ്ങളിൽ ശക്തമായിട്ട് വരണമേ എന്ന് പ്രാർത്ഥിക്കാം. ആഗ്രഹത്തോടെ ദൈവാത്മാവിനെ വിളിക്കാം, വലിയ ദാഹത്തോടെ വിളിക്കാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, ഞങ്ങളുടെ ശരീരത്തിലേക്ക്, ഞങ്ങളുടെ രോഗങ്ങളിലേക്ക്, ഞങ്ങളുടെ തകർച്ചകളിലേക്ക്, ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, കടന്നു വരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കുടുംബങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയെ സംബന്ധിക്കുന്ന മക്കളെ ആത്മാവേ ഇപ്പോൾ അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ പൊന്നു പരിശുദ്ധാത്മാവേ, ആകാശത്ത് നിന്ന് തീയിറങ്ങി സിയോൻ മാളിക അഭിഷേകം ചെയ്തതുപോലെ ഇപ്പോൾ കുടുംബങ്ങളെ അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വ്യക്തി ജീവിതങ്ങളെ അഭിഷേകം ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, 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 ഭാഗത്തോടെ എല്ലാ മക്കളും വിളിച്ച് പരിശുദ്ധാത്മാവേ, 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 ഉച്ചത്തിൽ വിളിച്ച് വലിയ ദാഹത്തോടെ പരിശുദ്ധാത്മാവേ, 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 ഉള്ളിലേക്ക് ഇറങ്ങി വരണേ ആത്മാവേ. വരിക വരിക ഞങ്ങളിൽ നീ, ഉള്ളിലേക്ക് വരണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ, ഉള്ളിലേക്ക് വരുന്ന പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കൂടി ദാഹത്തോടെ ഉച്ചത്തിൽ വിളിച്ച് പരിശുദ്ധാത്മാവേ, 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 ദാഹത്തോടെ വിളിച്ച് പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വ്യക്തിപരമായ ആവശ്യങ്ങളും, നമ്മുടെ ജീവിതത്തിൻ്റെ വേദനിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഈ ശുശ്രൂഷയോട് ചേർത്ത് കർത്താവിന് കൊടുക്കാം. തീർച്ചയായും കർത്താവ് ഇടപെടും. ദിവ്യകാരുണ്യത്തിൽ നിന്ന് ശക്തി കർത്താവ് അയക്കും. അവൻ്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെടും. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം സ്വീകരിക്കും. കർത്താവ് എല്ലാ മക്കളെയും വ്യക്തിപരമായി അനുഗ്രഹിക്കുന്ന സമയമാണ്. പൂർണ്ണമായും നമ്മെ സമർപ്പിക്കാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ കൊടുത്തുകൊണ്ട് ശിരസ്സ് നമിച്ച് ഈശോയുടെ ആശീർവാദം ഭക്തിയോടെ പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, എപ്പോഴും എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, എപ്പോഴും എപ്പോഴും എന്നുമെന്നും അങ്ങേക്കാരാധന. ആരാധന ആരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ ദിവ്യകാരുണ്യമേ ആരാധന എന്നുമെന്നും അങ്ങേക്കാരാധന ആരാധന 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 ഹല്ലേലൂയ ആരാധന 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 യേശുവേ നന്ദി 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 ആരാധന 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 ഈശോയേ ആരാധന 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 യേശുവേ നന്ദി 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 യേശുവേ ആരാധന ആരാധന സ്വരൂപനാം ദൈവമേ ജ്ഞാനസ്വരൂപനാം ദൈവമേ ആത്മസ്വരൂപനാം ദൈവമേ ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു